بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب العلم قبل القول والعمل لقول الله تعالى فاعلم أنه لا إله إلا الله فبدأ بالعلم وأن العلماء هم ورثة الأنبياء ورثوا العلم من أخذه أخذ بحظ وافر ومن سلك طريقا يطلب به علما سهل الله له طريقا إلى الجنة وقال جل ذكره إنما يخشى الله من عباده العلماء وقال وما يعقلها إلا العالمون وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير وقال هل يستوي الذين يعلمون والذين لا يعلمون وقال النبي صلى الله عليه وسلم من يرد الله به خيرا يفكهه في الدين وإنما العلم بالتعلم وقال أبو ذر رضي الله عنه لو وضعتم الصمصامة على هذه وأشار إلى كفاه ثم ظننت أني أنفذ كلمة سمعتها من النبي صلى الله عليه وسلم قبل أن تجيزوا علي لأنفذتها وقال ابن عباس رضي الله عنهما كونوا ربانيين حكماء فقهاء ويقال الرباني الذي يربي الناس بصغار العلم قبل كباره ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇൽമിനെ പഠിക്കലിൻ്റെ ആദാബ് ഉസ്താദിൻ്റെ വക്കൽ നിന്ന് കേൾക്കുന്നത് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വക്കൽ നിന്ന് കേൾക്കുന്നത് വാക്കുകൾ മാറ്റാതെ അങ്ങനെ തന്നെ അത് ഉൾക്കൊണ്ട് അത് ഗ്രഹിച്ച് മനസ്സിലാക്കി അതേ വാക്കുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ആ വാക്കിൻ്റെ ഓരോരോ വിശദീകരണങ്ങളും മറ്റുള്ളവർക്ക് ഇവർക്ക് കേട്ടവർക്ക് തിരിയുന്നതിനേക്കാളും തിരിയുന്ന ചിലരുണ്ടായേക്കാം എന്ന് പറഞ്ഞ ബാബിൻ്റെ ശേഷം ഇമാം ബുഖാരി പറയാണ് ഈ പഠനം എന്ന് പറയുന്നത് ഇൽമ് എന്ന് പറയുന്നത് അതാണ് ഒരു മുസൽമാൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. മുസ്ലിമീങ്ങളായ നേതാക്കളായ മനുഷ്യർ അവരെ മൂന്നായി തരംതിരിക്കാം. ഒന്ന് പണ്ഡിതന്മാർ, രണ്ട് പ്രാസംഗികന്മാർ വഅളന്മാർ, മൂന്ന് ആബിദീങ്ങൾ. നാം ചർച്ച ചെയ്യുന്ന ഈ മൂന്ന് വിഭാഗവും ഫർളെടുക്കുന്നവരായിരിക്കണം, മുറുവത്തിനെ നിലനിർത്താൻ ആവശ്യമായ സുന്നത്തുകളും ചെയ്യുന്നവരായിരിക്കണം, ഹറാമുകൾ ഒഴിവാക്കുന്നവരായിരിക്കണം, കറാഹത്തുകളിൽ നിന്ന് മുറുവത്ത് നഷ്ടപ്പെടുന്ന കറാഹത്തുകളെയും ഒഴിവാക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള മൂന്ന് വിഭാഗം ആലിമ്, വഅളന്മാർ, ആബിദീങ്ങൾ. ഇമാം ബുഖാരി ഇവിടെ ബാബിടുന്നത്
സാധാരണഗതിയിൽ പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സ്ഥാനമുണ്ടാകും. നല്ല വയലന്മാർക്ക് അവരുടെ കൂറ്റ് ശബ്ദമാണെങ്കിൽ കുറച്ചും കൂടി ആകർഷണീയവും, അതോടുകൂടെ ഭാഷാശൈലി സാഹിത്യ പ്രയോഗങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതാവുകയും അത് തന്നെ മണിമണിയായി ഓരോന്ന് കിളിക്കൂറ്റിൽ പറയാൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ശൈലിയും കൂടി ഒന്ന് ഉഷാറായാൽ, മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ശൈലിയും കൂടി ഉണ്ടെങ്കിൽ അവർ ജനങ്ങളുടെ മനസ്സിൽ വലിയ കാര്യപ്പെട്ട മുസ്ലിമാകും, വലിയോലാകും. അതുപോലെ ജനങ്ങളോടൊന്നും കൂടുതൽ ഇടപഴകുന്നില്ല, സ്വയമായി ഇബാദത്തിൽ തന്നെ മുഴുകുന്ന ആളുകൾ. അങ്ങനെ ഇബാദത്തുമായി മുഴുകുന്ന മഹാന്മാരായ ആബിദീങ്ങൾ, അവരെ സംബന്ധിച്ചും പൊതുജനങ്ങളെ കൊള്ള ചേർത്ത് നോക്കുമ്പം അവരായിരിക്കാം ഏറ്റവും വലിയവർ. എന്നാൽ ഇവരെക്കാളെല്ലാം ഒന്നാം സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ളത് ഇൽമിനെ പഠിക്കുന്ന, ഇൽമ് അറിയുന്ന പണ്ഡിതനാണ്. അതാണ് ഇമാം ബുഖാരി ബാബിട്ട് പോകുന്നത്. 3 ഗ്രേഡ് കൊള്ള നോക്കുമ്പോൾ ഒന്നാം ഗ്രേഡ് പാണ്ഡിത്യത്തിനിക്കാണ്. ബാബുൻ അൽ ഇൽമു, അറിവ്, ഖബ്ലൽ ഖൗലി, വാക്ക് പറയുന്നതിനേക്കാൾ മുമ്പുള്ളതാണ്, വൽ അമലി, അമലിൻ്റെയും മുമ്പുള്ളതാണ്. അമലിന് മുമ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് സ്ഥാനത്താൽ മുമ്പ് എന്നർത്ഥം വെക്കാം. അപ്പം അമൽ ചെയ്യുന്ന ഒരാളെക്കാളും, അതുപോലെ വാക്ക് പറയുന്നവരെക്കാളും, ആ പ്രസംഗത്തിനേക്കാളും, പറയുന്ന ആളെന്നൊക്കെ ഉണ്ട്, പ്രസംഗം, അമല്, സൽക്കർമ്മം, ഇതിൻ്റെ എല്ലാം മുമ്പിലുള്ളത് ഇൽമാണ്. എന്നല്ലാതെ ഇൽമില്ലാതെ പറയല്, ഇൽമില്ലാതെ അമൽ ചെയ്യല് അതല്ല. അസ്ല് ഇൽമ്, അസ്ല് അമല്, അസ്ല് ഖൗല്, അതെല്ലാം ഇൽമോട് കൂടെ പറയുന്നത്, ഇൽമോട് കൂടെ അമൽ ചെയ്യല്. എന്നാൽ അതിനേക്കാളെല്ലാം ഒന്നാം സ്ഥാനത്തുള്ളത് ഇൽമിനിക്കാണ്, പണ്ഡിതർക്കാണ്, പാണ്ഡിത്യത്തിനിക്കാണ് ഏറ്റവും സ്ഥാനമുള്ളത്. പാണ്ഡിത്യത്തോട് കൂടെ ഉള്ള പണ്ഡിതൻ അമലുമുള്ളവനും ആവണം. പ്രാസംഗികരുമായാൽ അവന് എല്ലാവിധ പവറുകളും ഒരുമിച്ച് കൂടിയവനായി മാറും, എല്ലാ പവറും അവനിക്ക് ലഭിക്കും. നേരെ മറിച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു, അവൻ പ്രസംഗത്തിന് നടന്നു, വിശദമായ അറിവുകളെപ്പറ്റി, ഒരു അറിവുകളിൽ കാര്യങ്ങളെപ്പറ്റി അറിവില്ല, അവനക്ക് 1, 2, 3 വിഷയത്തെപ്പറ്റി അവൻ കുറേ 1, 2 മണിക്കൂർ പഠിച്ചിട്ടുണ്ട്. അത് അവൻ പലതും കൂടിയായിട്ട് അവൻ ജനങ്ങളിലേക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രസംഗിക്കാൻ കഴിയും എങ്കിൽ അത് അവൻ പറയും, അവൻ പഠിച്ചത് അവൻ പറയും. അതുപോലെ അവൻ പഠിച്ചതായ അത്യാവശ്യ കാര്യങ്ങൾ അതുകൊണ്ട് ഓൻ അമൽ ചെയ്യും. ദീർഘമായ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള അഗാധമായ പാണ്ഡിത്യം അവനിക്കില്ലെങ്കിൽ പണ്ഡിതനാണ് ഏറ്റവും വലിയവൻ. പണ്ഡിതനിക്ക് അറിവ് വേണോ, അറിവ് വേണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്ക് അറിവ് വേണോ, പണ്ഡിതന്മാർക്ക് പ്രസംഗിക്കണോ, അംറും ബിൻ നഹി വേണോ, അത് വേണം. അതുകൊണ്ട് അമലിൻ്റെ ഭാഗമാണ്. പണ്ഡിതന്മാർക്ക് സ്വന്തമായിട്ടുള്ള ഫർദ് ഐനുകൾ എടുക്കേണ്ടതുണ്ട്, തൽഗീഫ് എടുക്കേണ്ടതുണ്ടോ, അതെടുക്കേണ്ടത്. സുന്നത്ത് ഐൻ എടുക്കേണ്ടതുണ്ടോ, അതെടുക്കണം. സുന്നത്ത് കിഫായ എടുക്കണോ, അതെടുക്കണം. അത് വേറൊരു വശമാണ്, അതെല്ലാവർക്കും വേണ്ടത് ഓനക്കുണ്ട്. എന്നാൽ ഒന്നാമത്തെ സ്ഥാനം അറിവിനിക്കാണ്. അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. ഈ ഒരു മാന വെച്ചുകൊണ്ടാണ് ഇമാമിങ്ങൾ പറയുന്നത് ഈ ബാബ് ഇമാം ബുഖാരി ഇടേണ്ടി വന്നത്. പലരും പ്രയോഗിക്കുന്ന പ്രയോഗമാണ്, ഇന്ന് നമ്മുടെ ഇടയിലും വ്യാപകമായ പ്രയോഗമാണ്. അറിവുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതനുസരിച്ച് പ്രവർത്തിക്കണം. അതൊരു വാക്കാണ്. അറിവുണ്ടായിട്ട് കാര്യമില്ല, അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ പ്രവർത്തിക്കാനാണ് അറിവ് വേണ്ടത് എന്നുള്ളിടത്തോളം അപ്പം ബിദ്അത്ത് മഖ്സൂദ് അമലാണ്, അതിനിക്ക് ഷർത്തായിട്ട് ഇൽമാണ്. അതങ്ങനെ തന്നെയാണ്. പ്രവർത്തിക്കണമെങ്കിൽ അറിവ് വേണം, കാര്യം തന്നെയാണ്. പക്ഷെ അറിവ് അഗാധമായ പഠിച്ചതിൻ്റെ ശേഷം വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങളെപ്പറ്റി ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ്, ഇതാണല്ലോ ഇൽമു ശരിയ.
ഇതാണല്ലോ മദ്ഹ് ചെയ്യപ്പെട്ട അറിവുകൾ, അതിൻ്റെ ആലാത്തുകളും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഉള്ള പഠനം, അത് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. അതിലേക്ക് എപ്പോഴും ഉയർന്ന സ്ഥാനം തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവരുടെ ഏറ്റവും വലിയ കിതാബായ മിൻഹാജ്, അതുപോലെ റൗള, അതിനെല്ലാം തുടങ്ങിയത് അമ്മാ ബഅദ് ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാആത്ത്. റൗളയിൽ തുടങ്ങിയത് ഏകദേശം അതേ പ്രയോഗം കൊണ്ട് തന്നെയാണ്. ഇൽമു കൊണ്ട് ശുഗലാവൽ, അതാണ് ത്വാഅത്തിൽ വെച്ച് ഏറ്റവും വലിയതിൽപ്പെട്ടത്. ഏറ്റവും വലിയത് അതാണ്. അവിടെ വിശദീകരിച്ച് കാണാം, ഫർളായ അമലുകളെ കൊണ്ട് ശുഗലാവലും ഫർളായ ഇൽമുകളെ കൊണ്ട് ശുഗലാവലും കൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും സ്ഥാനം ഫർളായ ഇൽമു കൊണ്ട് ശുഗലാവലാണ്. സുന്നത്തായ ഇൽമു കൊണ്ട് ശുഗലാവലും സുന്നത്തായ അമലുകളെ കൊണ്ട് ശുഗലാവലും കൊണ്ട് നോക്കുമ്പോൾ സുന്നത്തായ ഇൽമു കൊണ്ട് ശുഗലാവലിനേക്കാണ് പ്രത്യേകത. അതിൻ്റെ പേരിലാണ് ചില ഇമാമിങ്ങൾ, ചില ഉസ്താദന്മാർ എല്ലാം പറഞ്ഞു വെച്ചത്, മുതഅല്ലിമീങ്ങൾക്ക് ധാരാളം സുന്നത്തുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും പ്രാധാന്യം ആ സമയം കൂടി അവരെ ഇൽമു കൊണ്ട് ശുഗലാക്കലാണ്. ആ ഇൽമു കൊണ്ട് ശുഗലാക്കുമ്പോൾ അവർ സുന്നത്ത് പിന്നീട് വിടുന്ന നിലക്ക് ശുഗലാക്കാൻ പാടില്ല. അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അത്യാവശ്യമായ ഫർള് നിസ്കാരങ്ങളും അതിൻ്റെ റവാത്തിബുകളും, ദുഹാ 2 റക്അത്ത്, തഹജ്ജുദ്, അത്യാവശ്യമായത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരുള്ള സമയം മുഴുവനും ഇൽമ് പഠനത്തിന് വേണ്ടി ചെലവഴിക്കലാണ് അവർക്ക് ഏറ്റവും അഫ്ളലായത്. വളരെ ശ്രദ്ധിക്കേണ്ട ബാബാണ്. ബാബുൻ അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ബാബിൽ മർഫൂ ആയ മുത്തസിലായ ഹദീസുകളെ കൊണ്ടുവരുന്നില്ല. അത് എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന ചോദ്യത്തിനക്ക് ഒരു പ്രസക്തിയുമില്ല. ഇതിനു മുമ്പ് ഒരു ബാബ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ ഒരു പ്രത്യേക ശൈലിയാണ്. അവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ബാബിൽ കൂടെ കൊണ്ടുവരും. അതിലേക്ക് തെളിവായി പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ടുവരും. അതോടുകൂടെ മുഅല്ലഖായ ഹദീസുകളെ കൊണ്ടുവരും. മുഅല്ലഖായ ഹദീസുകൾ തന്നെ ചിലപ്പോൾ അത് മർഫൂആയ ഹദീസായി വരും, ചിലപ്പോൾ അത് മൗഖൂഫായ ഹദീസായി വരും, ചിലപ്പോൾ അത് അസറായും വരാം. ഇതെല്ലാം ഖുർആനല്ലാത്ത മർഫൂആയ ഹദീസും മൗഖൂഫായ ഹദീസും താബിഈകളുടെ മേലുള്ള അസറുകളും ഇതെല്ലാം ഹദീസുകൾ എന്ന വർഗത്തിൽ പെടുന്നതുമാണ് വിശാലമായ അർത്ഥത്തിൽ. മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാബ് ഇട്ടിട്ടുണ്ട്. ബാബിലേക്ക് തെളിവായ ഹദീസുകളും ആയത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മൗഖൂഫായ ഹദീസുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം അസറുകളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതോടുകൂടെ മുഅല്ലഖായ മർഫൂആയ ഹദീസിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതിനെല്ലാം വലിയ ചോദ്യം ചോദിച്ചിട്ട് കുറേ ഇഹ്തിമാൽ പറയാണ്. ചോദ്യം ലാസ്റ്റ് ചോദിക്കുക, ഹാദാ കുല്ലുഹു തർജമ ഫൈനമാ ആദിഹി തർജമതുഹു. ഇതൊക്കെ എഡിങ്ങല്ലേ ആയിട്ടുള്ളൂ, ഇനി എഡിങ് വിശദീകരിക്കുന്ന ഹദീസോടെ. ആ ചോദ്യം തന്നെ പ്രസക്താണ്. കാരണം ഇമാം ബുഖാരി ബാബുൻ അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമലി എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞത് ലി ഖൗലില്ലാഹി തആല. ലാം ഇല്ലത്തിൻ്റെ ലാമല്ലേ, അള്ളാഹുവിൻ്റെ കൗലിന് വേണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ തെളിവായില്ലേ. പിന്നെ ഇതൊക്കെ ബാബാണെന്ന് പൊട്ടത്തരം ചോദിച്ചിട്ട് പൊട്ട മറുപടിയും പറയാന്നല്ലാതെ ശൈഖുന ശംസുലമായി റളിയല്ലാഹു അൻഹു ഇതുപോലുള്ള ചോദ്യം ചോദിച്ചാൽ ഷുറാഹിനൊക്കെ വിമർശിക്കും, അല്ലാത്ത വാക്ക് പറയും. അത് പറയാതൊക്കെ എങ്ങനെ? കാരണം ചോദിക്കുന്ന ചോദ്യം കണ്ട ലി ഖൗലിഹി തആല എന്നാണ് അയിനിൻ്റെ ഈ ഭാഗത്തിലുള്ളത്. ഫത്തുൽ ബാറിൻ്റെ ഈ ഭാഗത്തിൽ ലി ഖൗലില്ലാഹി തആല അതിന് ലി ഖൗലിഹി തആല അള്ളാഹുലേക്ക് ളമീർ ഇട്ടിട്ട്. അപ്പോൾ ലാമുണ്ടായി കഴിഞ്ഞാൽ ബാബിനേക്കുള്ള തെളിവ് പറയില്ലേ, അതിനല്ലേ ഹദീസ് പറഞ്ഞാലും ഉണ്ടാവല്ലേ. അപ്പോൾ വ്യക്തമായി ബാബ് കഴിഞ്ഞതിന് ശേഷം ഹദീസ് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ബാബാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമ്മതിച്ചു കൊടുക്കുക. അല്ലാഹ്
ലിഖൗലില്ലാഹി തആല ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാ ഇമാം ബുഖാരി തെളിവ് അറിയാണ്, ഇൽമിനിക്കാണ് ഒന്നാം സ്ഥാനം. അതിനെ അല്ലാഹു തആലാന്റെ ഖൗല് അല്ലാഹു പറഞ്ഞെന്താ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക. ഇങ്ങനെയാണ് ഇമാം ബുഖാരി ഇവിടെ തുടങ്ങി. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അങ്ങനെയാണ്. നീ അറിയണം, നീ അറിവ് ഉൾക്കൊള്ളണം. എന്താ അറിയേണ്ട കാര്യം? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അന്നഹു കാര്യമാകുന്ന കാര്യമെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു മാത്രമേ ഇബാദത്തിന് അർഹനായി എനിക്കുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ. അതാണ് സത്യം. ഇങ്ങനെ ഇത് വിശ്വസിക്ക്. അപ്പം ആദ്യം നീ അറി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് വസ്തഗ്ഫിർ ലിദംബിക. ഇസ്തിഗ്ഫാർ ചെയ്യാൻ തന്നെ അമല് പെട്ടതൊന്നാണ്. അപ്പം അമൽ പിന്നെ ചെയ്തോ. അപ്പം ആദ്യം അല്ലാഹു തആല മുന്തിച്ച് വാവ് കൊണ്ട് തർത്തീബിനെ തേടൂലെങ്കിലും ആദ്യം പറഞ്ഞത് അഹമ്മായത് കൊണ്ട് പറഞ്ഞു. അപ്പം ആദ്യം അറിവ് കരസ്ഥമാക്ക്. മൂന്നാം സ്ഥാനം അറിവിന് കൊടുത്തു. പിന്നെയാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന അമലിനെ പറ്റി പറഞ്ഞത്. ഇമാം ബുഖാരി പറഞ്ഞ മാതിരി തന്നെ പല ഇമാമിങ്ങളും ഇത് ഇൽമാണ് ഏറ്റവും സ്ഥാനമുള്ളത് എന്നുള്ള എനിക്ക് ഇതിങ്ങനെ തന്നെ ഈ ആയത്ത് കൊണ്ട് തെളിവ് പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഇമാമികളുടെ തെളിവ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങി ബിൽ ഇൽമി, ഇൽമ കൊണ്ട് തുടങ്ങി. അവിടെ വാവ് കൊണ്ട് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വാവ് കൊണ്ടല്ലേ അത്ഫ്. അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. കാരണം ആദ്യം പറഞ്ഞത് അഹമ്മായത് കൊണ്ടാണ്. അത് മുഖ്തസർ പോലെയുള്ള കിതാബുകൾ ഓതിയവർക്കത് വ്യക്തമാകും. ആദ്യം പറയുന്നതിന് സ്ഥാനമുണ്ട് എന്നുള്ളത്. അപ്പം ഇൽമിനിക്ക് ഒന്നാം സ്ഥാനം. അതിൻ്റെ ശേഷമാണ് അമലിക്കുള്ളത് എന്ന് വ്യക്തമായി. അതാ ഫബദഅ ബിൽ ഇൽമി, ഇൽമു കൊണ്ട് അല്ലാഹു തആല തുടങ്ങി എന്ന് പറയുന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ മഹാന്മാരായ നമ്മുടെ മശായിഖന്മാർ അവിടെ സദസ്സിൽ ചെല്ലാൻ ഇരിക്കുമ്പോൾ ആദ്യമായി അവർ പറയും ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ അത് ഒച്ചട്ട് ചെല്ലാനല്ല. ഫഅലം അന്നഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലലോട് കൂടെ അതിൻ്റെ ആശയം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. അവിടെയാണ് ഉലമാ ഉദ്ധരിക്കുന്നത്, ആശയം ഉൾക്കൊള്ളണമെങ്കിൽ അല്ലാഹു തആലാന്റെ തൗഹീദിനിക്കുള്ള തെളിവുകൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണോ? അല്ലേ? മുത്തകല്ലിമീങ്ങൾ പറയുന്ന മാതിരിയുള്ള തെളിവുകൾ, ഭൗതികമായ തെളിവുകൾ കൊണ്ട് ഉദ്ധരിക്കാൻ കഴിയുന്നില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തുമായി അയച്ചതായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവരുടെ മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ ഇന്ന് നിലനിൽക്കുന്നതാണ്. ഫഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി എന്ന് പറയുന്ന ആയത്തിൽ നമ്മുടെ അബ്ദിന്റെ പേരിൽ നാം ഇറക്കിയതായ ഈ ഗ്രന്ഥം എന്റേതാണ്, ദൈവികമാണ് എന്നുള്ളതിൽ സംശയമുണ്ടോ? ദൈവികമല്ലെങ്കിൽ പിന്നെ അതൊരു മനുഷ്യന് നിർമ്മിതിയായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനുഷ്യന്മാരല്ലേ, നിങ്ങളും ഒരു മനുഷ്യ നിർമ്മിതി ഇതിനോട് കടപിടിക്കുന്നത് കൊണ്ടുവരുവീൻ. നിങ്ങൾക്ക് സ്വന്തമായി അതെനിക്ക് സാധ്യമല്ല, ഉറപ്പാണ്. എന്നാൽ നിങ്ങൾക്ക് ആരെല്ലാം എങ്ങനെയെല്ലാം തെളിവിന് ഉദ്ധരിക്കാൻ പറ്റുമോ, സഹായം തേടാൻ പറ്റുമോ? വല്ലം തഫ്അലൂ വലൻ തഫ്അലൂ, നിങ്ങളിതുവരെ ചെയ്തിട്ടില്ല, അത് ഖിയാമത്ത് നാൾ വരെ ചെയ്യുമില്ല. അല്ലാഹു പറയുന്നത് ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് എന്തെല്ലാം അതിന് അനുകൂലമായി നിൽക്കാൻ പറ്റുന്ന എന്തെല്ലാം സ്രോതസ്സുകളുണ്ടോ? കമ്പ്യൂട്ടറെ നിങ്ങൾ വിളിച്ചോളി, AI-നെ വേണമെങ്കിൽ വിളിച്ചോളി, വേറെ എന്തെങ്കിലും സഹായങ്ങൾ തേടാണ്ടോ തേടിക്കോളി, നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ കഴിയൂല എന്ന വെല്ലുവിളിയുമായി പരിശുദ്ധ ഖുർആൻ ഇവിടെ
തല ഉയർത്തി നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യസമേതം പറയാം, ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണ്, ഖുർആനിലുള്ളതാണ്, അത് സത്യമാവാനേ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഗ്രഹിച്ചാൽ മതി. ഇതാണ് തെളിവ്. ഇങ്ങനെ അല്ലാഹു തആലാനെ പറ്റി മനസ്സിലാക്കിയിരിക്കണം, അള്ളാഹിൻ്റെ തൗഹീദ് മനസ്സിലാക്കിയിരിക്കണം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പം അല്ലാഹു തആലാൻ്റെ ഇൽമ് വേണം, ഒന്നാം സ്ഥാനം അതിനിക്ക്. പിന്നെ ഇമാം ബുഖാരി ഇൽമിനിക്കാണ് ഒന്നാം സ്ഥാനം എന്നുള്ളതിനക്ക് വേറെ തെളിവ്. വഅന്നൽ ഉലമാഅ ഹും വറസത്തുൽ അംബിയാ വറസുൽ ഇൽമ മൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. മറ്റൊരു തെളിവാണ് പറഞ്ഞത്, യജൂസു ഫി അന്ന അൽ കസ്റു വൽ ഫത്ഹു അമ്മൽ ഫത്ഹു ഫബിൽ അത്ഫി അലാ മാ ഖബലഹു ലിഖൗലിഹി തആല വലി അന്നൽ ഉലമാഅ കതഫായിട്ട് ലാമിന് മജ്റൂം കതഫായിട്ട്, അല്ലെങ്കിൽ ഇസ്തിഗ്നാഫായിട്ട് വൈന്നൽ ഉലമാഅ ബർമാക്കമായിട്ട് ബന്ധമില്ലാതെ മറ്റ് ബാബിനിക്കുള്ള മറ്റൊരു തെളിവ്. രണ്ടാരും ബാബിന് ലാമിന് മജ്റൂം കതഫോ അല്ലെങ്കിൽ ആ വേറെ ഇസ്തിഗ്നാഫോ സ്വന്തമായിട്ട് ബാബുൽ ഇൽമിക്ക് വേറെ തെളിവോ പറയാണ്. തീർച്ചയായും അംബിയാക്കൾ ഹും അവർ വറസത്തുൽ അംബിയാ അംബിയാക്കളുടെ അനന്തരവന്മാരാണ്. വറസൂ അംബിയാക്കൾ അനന്തരസ്വത്തായി കൊടുത്തിട്ടുള്ളത് അൽ ഇൽമ ഇൽമിനെയാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയവർ അംബിയാക്കൾ. അംബിയാക്കൾ കഴിഞ്ഞാൽ അവരുടെ സ്ഥാനത്ത് നിൽക്കുന്നത് അവരുടെ വാരിസീങ്ങൾ. അവിടെ വാരിസീങ്ങൾ ഏതാ? അവരുടെ മുതലെന്താ? ഇൽമ അനന്തരെടുക്കുന്നവർ. ആ ഇൽമ് അനന്തരമെടുക്കുന്ന ഉലമാ, ഇൽമ അനന്തരെടുത്ത് കഴിഞ്ഞാൽ അവൻ ആലിമാകും. അവരാണ് അംബിയാക്കളുടെ വാരിസീങ്ങൾ. അപ്പം അംബിയാക്കളുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് അംബിയാക്കളുടെ അനന്തരവന്മാരായ പണ്ഡിതന്മാർ. അംബിയാക്കൾക്ക് എന്താ കാര്യമായിട്ടുള്ളത്? ഇൽമന്നെയാണ്. മൻ അഖദഹു ഇൽമിനെ ആരെങ്കിലും പിടിച്ചാൽ അഖദ ബിഹദ്ദിൻ വാഫിരിൻ വലിയ അവകാശം കൊണ്ട് പിടിച്ചവനായി മാറിയോന്. അവൻ വലിയ അവകാശമുള്ളവനാണ്, വലിയ ഹദ്ദുള്ളവനാണ്, വലിയ നസീബുള്ളവനാണ്, വലിയ സ്ഥാനമാനമുള്ളവനാണ്. അപ്പം അംബിയാക്കളുടെ അനന്തരവന്മാർ ആലിമീങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് അനന്തരം ലഭിച്ചത് ഇൽമാണ്. ആ ഇൽമ് ലഭിച്ചവർ അംബിയാക്കൾ തൊട്ടടുത്തുള്ള സ്ഥാനങ്ങൾ. അപ്പം അംബിയാക്കളുടെ സ്ഥാനം തൊട്ടടുത്ത് സ്ഥാനം ലഭിക്കാൻ ഇൽമ് വേണം. തെളിവായല്ലോ ഇത്. വഅന്നൽ ഉലമാഅ ഹും വറസത്തുൽ അംബിയാ വറസുൽ ഇൽമ മൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിരിൻ എന്ന് പറയുന്നത് ഇമാം തുർമുദി സ്വഹീഹായി റിപ്പോർട്ട് ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ്. അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അത് ഒരു ഖൗലിൻ നബിയ്യി എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും താബിഈങ്ങളിലേക്കോ സ്വഹാബത്തിലേക്കോ ചേർത്തിട്ടോ പറഞ്ഞില്ല. അതെന്തുകൊണ്ട്? ഇമാമിങ്ങൾ പറയുന്ന മറുപടി രണ്ടാണ്. അത് ഹദീസിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന മാതിരി തന്നെ ആ വാചകങ്ങൾ ഹദീസിൽ വന്നതുപോലെ അത് പിടിച്ചെടുക്കാൻ പറ്റുന്നതും പരിശുദ്ധ ഖുർആനിൽ നിന്നും പിടിച്ചെടുക്കാൻ പറ്റുന്നതും അതുപോലെ പൊതുവെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യവുമായതുകൊണ്ട് ആ വിഷയത്തെപ്പറ്റി ഇമാം ബുഖാരി റസൂലുള്ളാഹിൻ്റെ വാക്ക് എന്ന് മാത്രം പറഞ്ഞില്ല. അതൊരു അറിയപ്പെട്ടൊരു തത്വമായിട്ടാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചത്. വഅന്നൽ ഉലമാഅ ഹും വറസത്തുൽ അംബിയാ വറസുൽ ഇൽമ മൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിരിൻ. അതുപോലെ അടുത്തതും അങ്ങനെ തന്നെ. വമൻ സലക ത്വരീഖൻ യത്ലുബു ബിഹി ഇൽമ സഖറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. വമൻ സലക ത്വരീഖൻ ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചു, യത്ലുബു അവൻ തേടും, ബിഹി ആ പ്രവേശിക്കൽ കൊണ്ട് ഇൽമിനെ തേടും. ആ നിലക്ക് ഒരു വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ സഖറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന അല്ലാഹു തആല അവനിക്ക് സ്വർഗത്തിലേക്ക് ഒരു വഴിയെ എളുപ്പമാക്കി കൊടുക്കും. എളുപ്പമാക്കി കൊടുത്തു എന്ന സഖറ മാദിയായ ഫീലാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പരിശുദ്ധമായ ഇൽമ്, ശരീഅത്തിന്റെ ഇൽമ്, ഖുർആനിന്റെ തഫ്സീർ, ഹദീസ് സംബന്ധമായ ഇൽമുകൾ, അതുപോലെ കർമ്മശാസ്ത്രപരമായ ഇൽമുകൾ, അങ്ങനെ ഉലൂമുശ് ശർഇയ്യ, ഉലൂമുശ് ശരീഅ, ഇതിനെ തേടുന്ന വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു. വല്ലാത്ത പ്രയോഗമാണ്. അല്ലാഹു തആല ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജ്ഞാനം തേടാനുള്ള ഒരു മാർഗം അവനിക്ക് അള്ളാഹു കാട്ടിക്കൊടുത്തു. ആ മാർഗത്തിൽ കൂടെ അവൻ പ്രവേശിച്ചു. നല്ലൊരു ആലിമിനെ കാട്ടിക്കൊടുത്തു. ആ ആലിമിൻ്റെ മുമ്പിൽ അവനെത്തി. അവർ പറയുന്ന ഇൽമ് വേണ്ടതുപോലെ ഗ്രഹിക്കാനുള്ള സൗഭാഗ്യം അവനിക്ക് കിട്ടി. ഇൽമിനെ തേടാനുള്ള വഴി, ഏറ്റവും വലിയ വഴിയാണ് തിരിയുന്ന കിതാബ് തിരിയുന്ന ഇൽമുള്ള പണ്ഡിതനെ ലഭിക്കുക എന്നതാണ്. അങ്ങനെയുള്ള നല്ലൊരു പണ്ഡിതനെ അവൻ്റെ മുമ്പിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്തു. എന്നിട്ട് പണ്ഡിതന് മുമ്പിൽ എത്തൽ കാരണമായിട്ട് അവൻ എന്ത് ചെയ്തു? ഇൽമിനെ തേടുകയും ചെയ്താൽ സ്വർഗത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമായി കൊടുത്തു എന്ന് അതിൻ്റെ അർത്ഥമുള്ളത്. ഞാൻ വേറെ വഴിയൊന്നും തേടേണ്ട ആവശ്യമില്ല, അവൻ പറഞ്ഞുസ്കരിച്ചാൽ മതി. ഈ ഇൽമിനെ തേടുക എന്ന് പറയുന്നത് അത് തന്നെ അവനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എത്തിച്ചു കൊടുത്തു. അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അത് എളുപ്പമായി ആണ് സ്വർഗത്തിലേക്ക് എത്തിക്കോളും. അതിനപ്പുറഞ്ഞ് വേറെ ചിന്തിക്കേണ്ടതില്ല. വല്ലാത്ത വാക്കാണ്. അല്ലാഹു വമൻ സലക ത്വരീഖൻ യത്ലുബു ബിഹി ഇൽമാ, ഒരു വഴി അല്ലാഹു തആല അവനിക്ക് ഒരു ത്വരീഖിനെ, മൻ സലക ത്വരീഖൻ, ഒരു വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ, യത്ലുബു അവൻ തേടും, ബിഹി ആ പ്രവേശിക്കൽ കാരണമായിട്ട് ഇൽമിനെ തേടും. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ സഖലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു വലിയ വഴി ഇതിലേക്ക് അല്ലാഹു തആല അവനെ പ്രവേശിച്ചു കൊടുത്തു. അവൻ സ്വർഗത്തിലേക്കുള്ള വഴി കടന്നു. അവനാണ് നാവിക്ക് അങ്ങനെ പോയാൽ അവൻ സ്വർഗത്തേക്ക് എന്തായാലും എത്തും. വഖാല ജല്ല ദിക്റുഹു ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതാ അള്ളാഹിന്റെ പേര് പറയുമ്പോൾ ജല്ല ദിക്റു, ജല്ല ജലാലു, പലതും പറയും. ഇങ്ങനെയുള്ള തഅലീമിന്റെ വാക്ക് വെറും അല്ലാഹ് എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു ജല്ല ദിക്റു, ഇത് തന്നെ പറയണം. മുമ്പ് നാം വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ പേര് വരുമ്പോൾ ജല്ല ജലാലു ചൊല്ലണം, ഇല്ല അതുപോലെയുള്ള വാക്കുകൾ ചൊല്ലണം. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. സ്വഹാബത്തിന്റെ പേരോ അതുപോലെ മഹാന്മാരെ പേര് കേൾക്കുമ്പോൾ തർലിയത്ത് ചൊല്ലണം. അതാ ഇമാം ബുഖാരി വല്ലാത്ത അദബാണ്. വഖാല ജല്ല ദിക്റു, പരിശുദ്ധരായ അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അല്ലാഹുവിനെ പേടിക്കുന്നവർ ഉലമാ മാത്രമാണ്. ഉലമാ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടതുപോലെ പേടിക്കുള്ളൂ. ഇൽമില്ലാത്ത ഒരാള് ഓന് പേടി അഭിനയിക്കല, വിശ്വാസ് കാട്ടിക്കാണ്ട ഓനെ പേടി കാട്ടുക, അന്തമില്ലാത്ത പേടിയാ കാട്ടുക. എന്തെങ്കിലും ഹറാമ് ചെയ്യാന് അതിന് തൗജീഹ് ഉണ്ടാകാൻ അവന് പേടി ഉണ്ടാക്കുക. തൗജീഹ് കിട്ടിയവൻ ഏത് ഹറാമും ചെയ്യും, എന്തെങ്കിലും ഒന്ന് പറഞ്ഞുണ്ടാക്കിയാണ്ട്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഭയപ്പെടുന്ന ആള് അല്ലാഹുവിൻ്റെ അടിമകളിൽ നിന്ന് ഉലമാ മാത്രമാണ്. മിൻ ഇബാദിഹി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ അടിമകളായ ആബിദീങ്ങള്, വഅളന്മാര്, മുസ്ലിമീങ്ങള്, അവരിൽ നിന്ന് എന്നർത്ഥം വെക്കാം. മുസ്ലിമായ അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന്, മൂമിനാണെന്ന് അവകാശപ്പെടുന്ന മനുഷ്യ അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന്, അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവർ, അള്ളാഹുവിനെ പേടിക്കുന്നവർ ഉലമാ മാത്രമാണ്.
ഒന്നിരിക്കൽ അങ്ങനെ അർത്ഥം വെക്കാൻ അങ്ങനെ അർത്ഥം വെച്ചവരുണ്ട്. അല്ലെങ്കിൽ ലോകത്തുള്ള അള്ളാഹുവിൻ്റെ മഖ്ലൂക്കുകളായ അള്ളാഹുവിൻ്റെ അടിദാസന്മാർ, അള്ളാഹുവിനനുസരിച്ചവരും അള്ളാഹുവിനെ വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും, അവരിൽ വെച്ച് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉലമാ മാത്രമാണ്. അതിനൊരു സംഭവം പറയുന്നുണ്ട്. അതിനിയുടെ ഉസ്താദന്മാരിൽപ്പെട്ട അല്ലാമ അബുറൂഹ് സർഫുദ്ദീൻ ഈസാ എന്ന് പറയുന്ന മഹാൻ, അവരുടെ അടുക്കൽ ഒരു ദിവസം ഒരാൾ കയറി വന്നിട്ട് ചോദിച്ചു ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന ആയത്തിൻ്റെ തഫ്സീർ എന്താ, വ്യാഖ്യാനം എന്താ? അപ്പം അല്ലാമ അബുറൂഹ് സർഫുദ്ദീൻ എന്നവർ പറഞ്ഞു, ഈ ആയത്തിൻ്റെ താല്പര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഭയപ്പെടുന്നവർ പണ്ഡിതന്മാർ മാത്രമാണ് എന്നാണ്. പണ്ഡിതന്മാർ മാത്രമേ അള്ളാഹുവിനെ ഭയപ്പെടുള്ളൂ എന്നാണ്. എന്നാൽ മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ذَلِكَ لِمَنْ خَشِيَ رَبَّهُ. ആ സ്വർഗമെന്നുള്ളത് അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ്. തൊർഫീര് മാരിഫയായാൽ അസറിനെ ബൈദിപ്പിക്കുമല്ലോ അവിടെയും. അപ്പം എന്തർത്ഥം വരും? അൽഹംദുലില്ലാഹി അസറുള്ള മാതിരി ذَلِكَ لِمَنْ خَشِيَ رَبَّهُ. സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവനിക്ക്, അവൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നവർക്ക് മാത്രമുള്ളതാണ് എന്നർത്ഥം വരുമെന്നും കൂടി കൂട്ടുമെന്തായി? അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ പണ്ഡിതന്മാരുമാണെങ്കിൽ അറിവുള്ളവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുള്ളൂ, പണ്ഡിതന്മാർ മാത്രമേ സ്വർഗത്തിൽ കടക്കുള്ളൂ എന്നർത്ഥം വരും. മഹാനവർ ഇങ്ങനെ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ആ സദസ്സിൽ വലിയ വലിയ മഹാന്മാർ, ഏറ്റവും വലിയ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വിറച്ചു പോയി, പേടിച്ച് അരണ്ടുപോയി. വല്ലാത്ത തഫ്സീറാണ്. അപ്പം മഹാനായ ശൈഖ് പറഞ്ഞു, ഇവിടെ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നതുകൊണ്ട് ഉദ്ദേശമുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ തൗഹീദ് ഉൾക്കൊണ്ടവർ മാത്രമാണ്. ആലിം എന്ന് പറഞ്ഞാൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആ ഇൽമുള്ളവരാണ്. അള്ളാഹുവിനെ വേണ്ടതുപോലെ ഗ്രഹിച്ചവർ, അവർക്ക് അള്ളാഹുവിനെ ഭയമുണ്ടായിത്തീരും. അവർ മാത്രമേ സ്വർഗത്ത് കടക്കുള്ളൂ. അള്ളാഹിനെ ഗ്രഹിക്കാത്തവർ അള്ളാഹിനെ പേടിക്കൂല, ഒരു സ്വർഗത്ത് കടക്കൂല. സത്യമാണ്. വളരെ വേജാറ് പിടിച്ച ആയത്തുകളാണ് അതൊക്കെ. ഇമാം ബുഖാരി പറയുന്നു, വഖാല വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ സംബന്ധിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ധാരാളം മസലുകൾ പറഞ്ഞിട്ടുണ്ട്, ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ടതുപോലെ ഗ്രഹിക്കുന്നവർ ഉലമാക്കൾ മാത്രമാണ്. ഖുർആനാണത്. വഖാല വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. വേറെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. നരകത്തിലേക്ക് കടന്നിട്ട് അവർ പറയാ, ലൗ കുന്നാ നസ്മഉ, നമ്മൾ അള്ളാഹിൻ്റെ റസൂല് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കേൾക്കുന്നവരായാൽ, ഔ നഖിലു അല്ലെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളുന്നവരായാൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, നമ്മൾ നരകവാസികൾ പെടുമായിരുന്നില്ല. ഇപ്പം തിരിയായ്മ, അറിവില്ലായ്മയാണ് നരകത്തിൽ കടത്തുന്ന സംഭവം. വേണ്ടതുപോലെ പരിശുദ്ധ ഖുർആൻ, ഹദീസ്, അതിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നരകത്തിൽ കടക്കേണ്ടതില്ല. അത് ഉൾക്കൊണ്ട് ജീവിക്കലേക്ക് അത് വരും. ഇൽമ് ഒരു മനുഷ്യനെ നിന്ന് നന്മ വെച്ച് തീർക്കും. ഇൽമിൻ്റെ ഫലം അതാണ്. ആലിമീങ്ങൾ എങ്ങനെയായാലും അവരുടെ ഇൽമിനനുസരിച്ച് അവർക്ക് അമലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഇൽമിൻ്റെ പ്രത്യേകത. നാഫിയായ ഇൽമ് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന പണികൾ അവനെടുക്കും. കാരണം സൽമൻ സലക ത്വരീഖൻ, മൻ സലക
ത്വരീഖൻ യത്ലൂ ബിഹി ഇൽമാ സഖറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അതുകൊണ്ട് ഇൽമ് എന്ന് പറയുന്ന വിഷയമാണ് ഒരു മനുഷ്യനെ നന്നാക്കുന്ന കാര്യം. അതാണ് കാഫിരീങ്ങൾ നരകത്ത് കിടന്നാ പറയുന്നത്, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നാഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. വേറെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വഖാല ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ ഒന്ന് ചോദിച്ചു നോക്കി. ആരോട് ചോദിച്ചാലും മറുപടി ഇല്ല. അതിന് മറുപടി അതേ ഉണ്ടാവുള്ളൂ, ഇല്ല, സമാവൂല. അറിവില്ലാത്ത പാമരനും അറിവുള്ള പണ്ഡിതനും ഒരു കാരണവശാലും സമല്ല. പണ്ഡിതൻ എപ്പോഴും മേലെ തന്നെയാണ്. وقال النبي صلى الله عليه وسلم من يريد الله به خيرا يفقهه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅല്ലഖായ ഹദീസാണ്, സനദ് പറഞ്ഞിട്ടില്ല. മൻ യുരിദില്ലാഹു ബിഹി, മൻ വല്ലവനും യുരിദില്ലാഹു അല്ലാഹു ഉദ്ദേശിച്ചാൽ ബിഹി അവനെ കൊണ്ട് ഖൈറാ മഹത്തായ അനുഗ്രഹത്തെ ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിഖ്ഹ് എന്ന അറിവ് നൽകും. ഇൽമു ശരീഅത്തിൽ അറിവിനിക്കാണ് ഫിഖ്ഹ്, അത് അവനക്ക് നൽകും. ശരീഅത്ത് കൊണ്ടുള്ള അറിവിന് അവന് നൽകും. അള്ളാഹു വലിയ ഖൈർ ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു നൽകുന്ന കാര്യമാണ്. അവൻ അള്ളാഹു തആല ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കണ്ടുപിടിക്കുന്ന മഹാന്മാരായ മുജ്തഹിദീങ്ങൾ കണ്ടുപിടിച്ച ഫിഖ്ഹ് എന്ന് പറയുന്ന ഇൽമു നൽകുക എന്ന് പറയുന്നത്. പല അർത്ഥങ്ങളുണ്ട്. ഇന്നത്തെ അർത്ഥമാണ് ഞാൻ വെച്ചത്. വഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, മാത്രവുമല്ല അത് ഹദീസ് കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി മയുരിദിൽമക്ക് അത്ഫാക്ക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണിത്. തുബ്രാനി പോലെയുള്ള മഹാന്മാർക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് അത്ഫാക്കും ബക്ക അതല്ല ഇമാം ബുഖാരി ഇവിടെ ഒരു ഹദീസാണോ അല്ലെങ്കിൽ മറ്റ് അസറാണോ ഏതാണ് വ്യക്തമാക്കാതെ പറയുന്ന വാക്ക് ഇമാം ബുഖാരിയുടെ വാക്കിൻ്റെ ഉള്ളിൽപ്പെട്ടതായ ഒരു ഹദീസാക്കും ബക്ക. അത്ഫാക്കിയ കുഴപ്പമൊന്നുമില്ല. കാലൻ നബി നമുക്ക് അത്ഫാ മയുരിദില്ലാഹു നമുക്ക് അത്ഫാക്കുമ്പോൾ കാലൻ നബി എന്ന് പറഞ്ഞാൽ അത് മടങ്ങി വരും. വഇന്നമൽ ഇൽമു, തീർച്ചയായും അറിവ് ലഭിക്കൽ ബിത്തഅല്ലുമി, ഗതികെട്ട് അല്പാൽപമായി പഠിക്കൽ കൊണ്ടിട്ട് മാത്രമാകുന്നു. അല്പാൽപമായി ഇങ്ങനെ വിഷമം സഹിച്ച് അങ്ങനെ പഠിക്കണം. അപ്പോഴാണ് ഇൽമു കിട്ടുക. വിഷമം സഹിക്കാതെ ഒരാൾക്കും ഇൽമു പഠിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഹസറുണ്ട്. ഇൽമു എന്ന് പറഞ്ഞാൽ വെറുതെ അതിലേക്ക് കയറൂല. വിഷമം സഹിക്കുക എന്ന് പറഞ്ഞാൽ ചില സമയത്ത് വിഷമം സഹിക്കൽ ഭക്ഷണമില്ലാതെയാവാം, വസ്ത്രമില്ലാതെയാവാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതുപോലെ ഇൽമു പഠിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളില്ലാതെയാവാം. താമസിക്കാനുള്ള സൗകര്യമില്ലാതെ, ആവശ്യത്തിനുള്ള പണമില്ലാതെ, അല്ലെങ്കിൽ ഉസ്താദുമാരവക്കൽ എന്നുള്ള ചീത്ത പറയല്, തെഹ്ദീബുകൾ, ഇങ്ങനെ പലതും ഉണ്ടാവേണ്ടി വരും. അങ്ങനെ തീരെ ഒരു വിഷമവും സഹിക്കാതെ പെട്ടെന്ന് ഇൽമു കരസ്ഥമാക്കുക എന്നുള്ള സംഗതി നടക്കുന്നല്ല. ഹസറുണ്ട്. വഇന്നമൽ ഇൽമു ബിത്തഅല്ലും, തീർച്ചയായും ഇൽമു ലഭിക്കൽ പഠിക്കൽ അല്പാൽപമായി പഠിക്കൽ കൊണ്ട് മാത്രമാണ്. കാലം പ്രശ്നമാക്കരുത്. വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോന്ന് കരസ്ഥമാക്കുന്ന ടൈം പിടിക്കും. വിഷമം ഉണ്ടാവേണ്ടി വരും. ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തലയിലേക്ക് കയറി അത് ഉറച്ചു കിട്ടണമെങ്കിൽ കൂടുതലായി ആവർത്തിച്ച് പഠിക്കേണ്ടി വരും, പരിചരിക്കേണ്ടി വരും. എല്ലാം ഓൺലൈനിലുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് കാര്യം. ഓൺലൈനിൽ കിടക്കും, കിതാബ് കിടക്കും. ഇൽമാണെങ്കിൽ മനസ്സിക്ക് വേണം. പിന്നെ മനസ്സിലേക്ക് വരണമെങ്കിൽ അത് പഠിക്കന്നെ വേണം. ഏഐനോട് ചോദിച്ചുകൂടെ ചില ആൾക്കാർ പറയും. ഇപ്പം ഏഐ യുഗല്ലേ, എന്തിനാണ് ഗതിയിട്ട് പഠിക്കണത്? നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ മറുപടി ഇട്ടുമല്ലോ. ചോദിച്ചാൽ ഏഐക്ക് അന്തണ്ടോ? ഏഐക്ക് ബുദ്ധിയുണ്ടോ? അതിൻ്റെ പരിധിയിൽപ്പെട്ടത് എന്താണോ അതിനൊക്കെ പരിധി നിശ്ചയിച്ചത് എങ്കിൽ ആ പരിധിൻ്റെ ഉള്ളിൽ പോയി അതിൻ്റെ ആ ഒരു ടെക്നോളജി അനുസരിച്ച് അത് പലതിൽ നിന്നും കണ്ടുപിടിച്ചേക്ക് വരാൻ തരുന്നതുമാണ്. അത് കണ്ടുപിടിച്ചത് യഥാർത്ഥവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല.
അപ്പം അതിൻ്റെ അടുത്ത ദിവസം ഒരു കാര്യമായ ഉസ്താദ് എന്നോട് വിളിച്ച് ചോദിച്ചു ഒരു മസല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു മസല ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, ലോകത്ത് കണ്ടെത്താൻ കഴിയൂല. അപ്പോൾ കുറച്ച് എന്നോട് പറഞ്ഞു തുഹഫയിൽ ഇങ്ങനെ ഉണ്ട്, മുജൈരിമീലിൻ്റെ അതുണ്ട്, ഖത്തീബിൻ്റെ മുജൈരിമീലുണ്ട്, ജറൽ മന്നബ്ജിൻ്റെ മുജൈരിമീലുണ്ട്, പിന്നെ മുഗനിയിലുണ്ട്, ഇബാറത്തുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഇബാറത്തൊന്ന് വിടിയാറിഞ്ഞു. ഇബാറത്ത് വിട്ടൊന്നും പേജ് നമ്പറില്ല. ഞാനത് പരതി. ഇന്ന് പരതാനും എളുപ്പമുള്ള മാർഗ്ഗമാണല്ലോ. തുഹഫയിൽ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഇബാറത്ത് കിട്ടിയാൽ ഇബാറത്തിൻ്റെ ആദ്യത്തെ വാചകങ്ങൾ അടിച്ചു കൊടുത്താൽ നമുക്ക് ഇന്ന കിതാബിലുണ്ടെന്ന് തിരിയല്ലോ. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പം 5-6 കിതാബിൻ്റെ നുസ്ഖകൾ പേജ് മറ്റേ ഇബാറത്തുകൾ വിട്ടുന്നു, ഒറ്റൊന്നുമില്ല. അപ്പം എന്താ പറ്റിച്ചതാ. അത് ഉൾക്കൊണ്ട് ജീവിക്കണം. ഇൽമ കിട്ടണോ, തഅല്ലുമ വേണം. കെട്ടുകെട്ട് ഉസ്താദിൻ്റെ അടുത്ത് പോയി അല്പാൽപമായി പഠിക്കന്നെ വേണം. ആദ്യം ഇമാം ബുഖാരി പറഞ്ഞ അതന്നെയാണ്. അങ്ങനെ ത്വരീക്ക് സ്വീകരിക്കാതെ കിടക്കൂല, ത്വരീക്ക് കിടക്കുക തന്നെ വേണം. وقال أبو ذر رضي الله عنه لو وضعتم الصمصامة على هذه, എൻ്റെ ഇതിൻ്റെ മേലിൽ നിങ്ങൾ മൂർച്ചമുള്ള വാള് വച്ചാൽ, വഅശാറ ഇത് എന്ന് പറഞ്ഞപ്പം അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാട്ടി ഇലാ കഫാഹു, അവരുടെ പെരടിയിലേക്ക്. എൻ്റെ ഈ പെരടിൻ്റെ മേലിൽ നിങ്ങൾ മൂർച്ചയേറിയ വാള് വച്ചാൽ, ثم ظننت أني أنفذ كلمة سمعتها من النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വക്കൽ നിന്ന് കേട്ടതായ ഒരു വാക്കിനെ ഞാനത് പറഞ്ഞ് അത് നടപ്പിൽ വരുത്തും. ആ സമയത്ത് എനിക്കത് പറഞ്ഞു കൊടുക്കണം. അതാണ് നടപ്പിലെടുത്ത് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞ് ജനങ്ങളോട് വിളംബരം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാൽ, ഖബല അൻ തുജീസൂ അലയ്യ, നിങ്ങളുടെ വാളിനെ എൻ്റെ ഉള്ളിലേക്ക് കയറ്റിവിടുന്നതിൻ്റെ മുമ്പ് ഞാനത് പറഞ്ഞു വിടണമെന്ന് ഉദ്ദേശിച്ചാൽ ലം ഫത്തുഹ, ഞാനത് പറയുക തന്നെ ചെയ്യും. ഇൽമിൻ്റെ മഹത്വമാണ്. ഇൽമ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അത് ആർക്ക് വേണ്ടിയും നിർത്തിവെക്കാൻ പറ്റുന്ന വിഷയമല്ല. ഇസ്ലാമിൽ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം. ആ കാര്യം പറഞ്ഞു കൊടുക്കാൻ ഒരാളെയൊക്കെ അറിവുള്ളൂ. ആ അറിവുള്ള ആളെ കൊന്നു കഴിഞ്ഞാൽ, അവരെ അറസ്റ്റ് ബന്ദിയാക്കി കഴിഞ്ഞാൽ, പിന്നീട് അങ്ങനെയുള്ള ഒരു വിജ്ഞാനം ലോകത്തേക്ക് വരൂല എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ, ആ കൊല്ലാൻ വേണ്ടി വാളൻ്റെ കൗത്തിൽ വെച്ച് ഒരൊറ്റ വലിക്കലോട് കൂടെ തല തെറിക്കും. അതിൻ്റെ മുമ്പെങ്കിലും ഞാൻ കയ്യെന്ന മതിൽ പറഞ്ഞു തീർത്തിട്ടുണ്ടാകും. ഞാൻ പറയാക്കൂല. ാണ് പറയുന്നത്. ഇൽമ് എന്ന് പറയുന്ന വിഷയം അത് മറച്ചു വെക്കാനുള്ളതല്ല, ലോകത്ത് 1-ാം സ്ഥാനമുള്ള സാധനമാണ്. അത് എന്തായാലും കൈമാറി പോവണം. അറിവുള്ളവർ ആരും തന്നെ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ, അത് പഠിപ്പിക്കാൻ പറ്റുന്ന ആളുകളില്ലാത്തതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യം ഫർള് കിഫായ ആയതാണെങ്കിൽ അടന്നോട്ടെയോ തന്നെ പറയുന്നില്ല, ഒരാൾക്ക് പറയാം. നേരെ മറിച്ച് ഇദ്ദേഹത്തിന് ആ ഒരു അറിവുള്ളൂ എങ്കിൽ അത് ഇനി ലോകത്ത് ഇസ്ലാമിൻ്റെ നിയമമാണത്, ലോകത്തിന് അറിയാൻ മാർഗമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരടി അങ്ങോട്ട് പോയാലും തല പതർച്ചാലും അത് പറയാനുള്ളത് പറഞ്ഞിരിക്കണം. അതാ ലൗ വദഅ്തുമുസ് സംസാമത അലാ ആദിഹി ثم ظننت أني أنفذ كلمة سمعتها من النبي صلى الله عليه وسلم قبل أن تجيزوا علي لأنفذتها. وقال ابن عباس رضي الله عنهما, ابن عباس തങ്ങൾ പറഞ്ഞു, കൂനൂ റബ്ബാനീന ഹുലമാ ഫുഖഹാ, കൂനൂ നിങ്ങളാവണേ റബ്ബാനീന, റബ്ബാനീയങ്ങളാവണേ. എങ്ങനെയുള്ള റബ്ബാനീയങ്ങളാണ്? ഹുലമാ, നല്ല ഒതുക്കമുള്ളവരായ, ഫുഖഹാ, ശരീഅത്തിന്റെ ഇൽമുമായി നല്ല അറിവുള്ളവരായ റബ്ബാനീയങ്ങളാവണം നിങ്ങൾ. റബ്ബാനിയാവാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും, പക്ഷെ ഹുലമാവും കൂടിയാണ്. ഒതുക്കവും അമർച്ചയുമുള്ളവരാവണം, പക്വതയും പാകതയുമുള്ളവരാവണം. തുള്ളിച്ചാടുന്നവരാവരുത്. എല്ലായിടത്തും പോയി തുള്ളിച്ചാടിയാൽ ഒരു വിലയും ജനങ്ങൾ വെക്കൂല. ഇൽമു വേണം.
അതോടുകൂടെ ഫുഖഹാ ശരീഅത്തിൻ്റെ ഇൽമുമായി ശരിക്ക് അഗാധ പാണ്ഡിത്യമുള്ളവരുമാവണം. അങ്ങനെ പാണ്ഡിത്യമുള്ളവരും ഒതുക്കവുമുള്ളവരായ റബ്ബാനീയങ്ങൾ നിങ്ങളാവുക. റബ്ബാനി എന്ന വാക്കിനിക്ക് ഇമാമിയങ്ങൾ ധാരാളം അർത്ഥം വച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരർത്ഥമാണ് റബ്ബിലേക്ക് നിസ്ബയാണ് റബ്ബാനിയേ. റബ്ബിയേ എന്നാ പറയാം, റബ്ബിക്ക് നിസ്ബ ചെയ്താൽ റബ്ബിയേ. പക്ഷേ എന്ത് ചെയ്തു, റബ്ബിൻ്റെ ശേഷം ബാഗിൻ്റെ ശേഷം അലിഫും നൂനും ഏറ്റി, അപ്പം റബ്ബാന് എന്നായി. അതിലേക്ക് നിസ്ബ ചെയ്തപ്പോൾ റബ്ബാനിയേ. ഇങ്ങനെയാണ് റബ്ബാനി ആയത് എന്നൊരു കുട്ടി പറയുന്നുണ്ട്. അപ്പം റബ്ബിലേക്ക് ചേർക്കപ്പെട്ട ആ അർത്ഥം അതുകൊണ്ട് നോക്കുമ്പോൾ എന്താ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മഅരിഫത്ത് നല്ലോണം ഉള്ളവളായിരിക്കണം. ജനങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച അള്ളാഹുവിനെ കൊള്ള ഏറ്റവും അടുപ്പമുള്ളവരും അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവരും ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മികച്ചവരുമായി വരണം. വേറെ കൂട്ടി പറയേണ്ട റബ്ബാനി റബ്ബെന്ന് പോകുന്നത് റുബൂബിയത്ത് എന്ന് പോകുന്നതാണ്. അപ്പം റബ്ബാനി എന്ന് പറയണമെങ്കിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമായ വലിയ ആളാവുമ്പോഴേ റബ്ബാനി പറയാൻ പറ്റുള്ളൂ. വേറെ ഇപ്പോഴാണ് ആലി ദറജ ഫിൽ ഇൽമി الرباني منسوب إلى الرب كأنه الذي يقصد ما أمره الرب. റബ്ബ് തആല അവനോട് എന്ത് കൽപ്പിച്ചോ അത് മുഴുവനും ചെയ്യുന്നവൻ. ഇങ്ങനെ ധാരാളം അർത്ഥങ്ങൾ, വേറെ അർത്ഥമുണ്ട്. ഒക്കെ കാല അഹ്മദ് ബിൻ യഹ്യ ഇന്നമാ ഖീല ലിൽ ഉലമായി റബ്ബാനിയൂന ലിഅന്നഹും യർബൂനൽ ഇൽമ. ഇൽമിനെ വളർത്തുന്നവരാണ് അവര്. ഇദാ കാന അർറജുലു ആലിമൻ ആമിലൻ മുഅല്ലിമൻ ഖീല ലഹു ഹാദാ റബ്ബാനിയുൻ. ഒരാളെ പറ്റി റബ്ബാനി എന്ന് പറയണമെങ്കിൽ അദ്ദേഹം ആലിമാവണം, അമൽ ചെയ്യുന്നവനുമായിരിക്കണം, മുഅല്ലിമുമാവണം. 3 കാര്യം ഒരുമിച്ച് കൂടണം. കൗലും വേണം, ഫിഅലും വേണം, ഇൽമും വേണം. ഇത് 3ഉം കൂടി കൂടുമ്പോൾ ആലിമും ആവണം, ആബിദും ആവണം, പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുമാവണം. ഇത് 3ഉം കൂടിയവരെ പറ്റിയേ റബ്ബാനി എന്ന് പറയുള്ളൂ. അങ്ങനെ ധാരാളം അർത്ഥങ്ങളുണ്ട്. എന്നാൽ ഇമാം ബുഖാരി ഈ ഇബ്നു അബ്ബാസങ്ങൾ പറഞ്ഞു കൂനു റബ്ബാനിയീന ഉലമാ ഫുഖഹാ. ആ റബ്ബാനിക്ക് ഇമാം ബുഖാരി അർത്ഥം വെക്കുന്നുണ്ട്. അതാ വയുഖാലു അർ-റബ്ബാനിയു അല്ലദീ യുറബ്ബിന്നാസ ബിസിഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി. അതാ റബ്ബാനി എന്ന് പറഞ്ഞാൽ അല്ലദീ ഒരാളാണ്, യുറബ്ബിന്നാസ ജനങ്ങളെ തെർബിയത്താക്കി കൊണ്ടുവരും, വളർത്തിക്കൊണ്ടുവരും. ബിസിഗാരിൽ ഇൽമി ഇൽമുകളിൽ നിന്നുള്ള ചെറിയ ചെറിയ പ്രാഥമികമായി അറിയേണ്ട ഇൽമ്. പ്രാഥമികമായി അറിയുന്ന ഇൽമിനിക്കാണ് സിഗാറി എന്ന് പറയുമെങ്കിലും അതാണ് വലിയ ഇൽമ്. ഇവിടെ ഇൽമിൻ്റെ പാണ്ഡിത്യം എന്നുള്ളത് നോക്കുമ്പം ഒരു മനുഷ്യൻ പഠിക്കുന്ന ഇൽമിൽ വെച്ച് ഏറ്റവും വലിയത് അവൻ്റെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്നതാണ്. പിന്നീട് അവൻ പഠിക്കണതൊക്കെ മേപ്പെട്ട് കയറി പഠിക്കുന്നതൊക്കെ ഇൽമിൻ്റെ വിഷയത്തിൽ ഏറ്റവും താഴ്ന്നതാണ്. അതായത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്തതാണ്. ഫർള് കിഫായ ഇൽമുകളാണ്. ആദ്യം പഠിക്കുന്നതാണ് ഫർള് ഐൻ. അതാണ് വലിയ ഇൽമ്. അതെല്ലാവർക്കും വേണ്ട ഇൽമാണ്. പക്ഷെ എല്ലാവർക്കും വേണ്ടതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതിനെ പറ്റി നമ്മൾ ആദ്യമായി പഠിക്കുന്നതിനെ പറ്റി സിഗാറ് എന്ന് പറയും. ഇത് പ്രകാരം ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല കാലം എന്ന് പറഞ്ഞാൽ അവൻ്റെ ചെറുപ്പകാലത്തിലാണ്. അന്നാണ് ഓൻ ഏറ്റവും കൂടുതൽ പരിപാലിക്കേണ്ടത്, അന്നാണ് ഓറ്റ് ഏറ്റവും ലാളിക്കേണ്ടത്, അന്നാണ് മറ്റുള്ളവരുടെ നോട്ടം അവനിക്ക് കിട്ടേണ്ടത്. പിന്നീട് വലുതായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വളർന്നോളും, ആരും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന മാതിരി തന്നെ ഇൽമിൻ്റെയും വിഷയം ആദ്യം ലഭിക്കുന്നത് വലിയ ഇൽമാണെങ്കിലും പ്രാഥമിക ഇൽമുകൾക്ക് ചെറിയത് എന്ന് പറയാണ്. അതാ നിർബന്ധമായ അറിവ്, അധികാശികാറുള്ള ഇൽമ്. അപ്പോൾ വലിയ വലിയ ഇൻ്റർനാഷണൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് അവൻ്റെ ജീവിതത്തിനിക്ക് അത്യാവശ്യമുള്ള ഇൽമുകളെ കൊണ്ട് ജനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നവൻ. ഇപ്പം തെർബിയത്ത് എന്ന് പോകുന്നതാണ്. തെർബിയത്ത് പറഞ്ഞാൽ എന്താ?
അവൻ്റെ പ്രായത്തിനേക്ക് സമയത്തിന് കാലത്തിന് അനുസരിച്ച് അവനിക്ക് നൽകേണ്ടത് അല്പാൽപമായി 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 നൽകി 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 കമാലിലേക്ക് എത്തിക്കുക. ഇതാണല്ലോ തർബിയത്ത്. അപ്പോൾ ആ റബ്ബാനി എന്ന് പറയണമെങ്കിൽ ഒരാളെ അവനിലേക്ക് അവനിക്ക് ലഭിച്ചതായ ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ അവൻ ഷെയ്ഖാണെങ്കിൽ അവനിക്ക് ലഭിക്കുന്ന ഒരു മുരീദ്, ആ മുരീദിന് പ്രാഥമികമായി നൽകേണ്ട കാര്യങ്ങൾ, അടിസ്ഥാനപരമായി നൽകേണ്ട കാര്യങ്ങൾ നൽകി 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 അവനെ കൊണ്ടുവന്ന് ഹദ്റത്ത് ഖുദ്സിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നവൻ, അവർക്ക് റബ്ബാനി എന്ന് പറയുള്ളൂ മശായിഖന്മാരുടെ ഭാഷയിൽ. നേരെ മറിച്ച് ഒരു അധ്യാപകനാണ്, ശരീഅത്തിന്റെ ഇൽമ പഠിപ്പിക്കുന്നവനാണ്, അവൻ ത്വരീഖത്തിൻ്റെയോ അല്ലെങ്കിൽ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ഹഖീഖത്തിൻ്റെയോ മേഖലയിലല്ല, എല്ലാത്തിനെ പറ്റി റബ്ബാനി എന്ന് പറയാം. ആ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ്റെ അടുത്ത് വന്ന മുത്തഅല്ലിമിന് ആദ്യം തന്നെ തുഹ്ഫ ഓതി കൊടുക്കുന്നവനാവരുത്, ആദ്യം തന്നെ ബുഖാരി ഓതി കൊടുക്കുന്നവനാവരുത്. അത് ഓതിക്കൊടുത്താൽ തിരിയാണമെങ്കിൽ അതിൻ്റെ മുമ്പ് ലഭിക്കേണ്ട മറ്റുള്ള അസ്ലുകളെല്ലാം ഓതിക്കൊടുത്ത് ഉസൂലുകളെല്ലാം ശരിയാക്കി ആലത്തുകളെല്ലാം ശരിയാക്കി അതിൻ്റെ പോക്കെന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ പൊന്തിച്ച് 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 അവസാനം തുഹ്ഫ ഓതി കൊടുക്കണം. അവസാനം ബുഖാരി തുടങ്ങണം. ആദ്യം തന്നെ ബുഖാരി തുടങ്ങിയാൽ ഒരു ബാബ് വായനയും ഹദീസ് വായനയും കഴിഞ്ഞ് റിയാദ് സ്വാലിഹീൻ ഓതി കൊടുക്കുന്നതും മിഷ്കാത്ത് ഓതി കൊടുക്കുന്നതും ബുഖാരി കൊടുക്കും, എല്ലാം ഒരേ ശൈലി, എല്ലാം വായിച്ചു ആന്ന് അറിയും. ആ ഒരു ശൈലിയല്ല റബ്ബാനി എന്ന് പറയണമെങ്കിൽ തർബിയത്ത് വേണം. അല്ലദീ അർറബ്ബാനിയുല്ലദീ യുറബ്ബിന്നാസ ബിസിഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി. ഇമാം ബുഖാരി വെച്ച അർത്ഥം അതാണ്. അതന്നെയാണ് അവിടുത്തെ ഫിറ്റായ അർത്ഥവും. അങ്ങനെ തന്നെയാണ് ആലിമീങ്ങളാവേണ്ടതും. അപ്പോഴേ റബ്ബാനിയായ ആലിം എന്ന് പറയാനും പറ്റുള്ളൂ.